2012 മെയ് 13 പ്രീമിയർ ലീഗിലെ അവസാനഘട്ട മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. പോയിന്റ് ടേബിളിൽ തങ്ങളുടെ റൈവൽസായ യുണൈറ്റഡ് നേടിയ അതേ 86 പോയിന്റ് നേടി ഗോൾ ഡിഫറൻസിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു സിറ്റി. ക്വീൻസ് പാർക്ക് റേഞ്ചേഴ്സുമായി ഇത്തിഹാദിൽ കളിക്കാനിറങ്ങുമ്പോൾ എല്ലാം സിറ്റിക്ക് അനുകൂലമായിരുന്നു. യുണൈറ്റഡ് സ്കോർ ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ സ്കോർ ചെയ്യുക, അതല്ല എങ്കിൽ അതിനേക്കാൾ ബെറ്റർ റിസൾട്ടും ഗോൾ ഡിഫറൻസും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ജോലി മാത്രമേ അന്ന് സിറ്റിക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതേസമയം സണ്ടർലാൻഡുമായുള്ള മത്സരത്തിൽ യുണൈറ്റഡിന് വേണ്ടി റൂണി ഗോൾ നേടുന്നുണ്ട്. പിന്നാലെ സിറ്റിക്ക് വേണ്ടി ക്യുപിആറിനെതിരെ സബലറ്റയും സ്കോർ ചെയ്തതോടെ ലീഡ് നിലനിർത്തിയാൽ പ്രീമിയർ ലീഗ് ലഭിക്കും എന്നായി. എന്നാൽ അപ്രതീക്ഷിതമായി എതിരാളികൾ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് ജയിച്ചു നിൽക്കുമ്പോൾ സിറ്റി 2-1 പുറകിൽ പോകുന്നു. അതും റെലഗേഷൻ ബാറ്റിൽ ഉൾപ്പെട്ട 10 പേരായി ചുരുങ്ങിയ ഒരു ടീമിനോട് തോറ്റ് കയ്യകലത്തിലുണ്ടായിരുന്ന ലീഗ് റൈവൽസിന് സമ്മാനിക്കുന്ന ഒരു മത്സരം. സിറ്റിക്കിനി ടൈറ്റിൽ ലഭിക്കാൻ 2 ഗോളുകൾ കൂടെ സ്കോർ ചെയ്യണം. റെഗുലർ ടൈം അവസാനിക്കുന്നു. 5 മിനിറ്റ് അധിക സമയം മാത്രം ബാക്കി. 5 minutes ഓഫ് ഡു ഓർ ഡൈ. എന്നാൽ അതിൻ്റെ 2-ാം മിനിറ്റിൽ ഡേവിഡ് സിൽവയുടെ ഒരു ഇൻസിംഗ് കോർണറിൽ സെക്കോ തല വെച്ചപ്പോൾ സിറ്റി സമനില നേടുന്നുണ്ട്.